ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആളുകളും കടൽ കണ്ടു കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യമായി കടൽ കാണാൻ പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏത് പ്രായക്കാർക്കും എത്ര തവണ കണ്ടാലും കടലൊരു മഹാത്ഭുതമാണ്. ആദ്യമായി കടൽ കാണാൻ പോയ ഒരു കുട്ടിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. 12 വയസ്സുകാരനായി കുട്ടി ഒരു അവധിക്കാലത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് കടൽ കാണാൻ പോയി. കടലും തീരവും കണ്ട ആവേശത്തിൽ കുട്ടി കടൽ തീരത്ത് മണൽ കൊണ്ട് ഒരു കോട്ടയുണ്ടാക്കി. കോട്ടയുടെ ഭംഗി കാരണം അത് തകരാതെ അങ്ങനെ തന്നെ നിന്നെങ്കിലെന്ന് കുട്ടി അറിയാതെ ആഗ്രഹിച്ചു പോയി. എന്നാൽ ശക്തിയായ ഒരു തിര വന്നു. അടുത്ത നിമിഷം മണൽക്കോട്ട തകർത്ത് കളഞ്ഞു. കുട്ടിക്ക് വലിയ വിഷമമായി. അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞു, സങ്കടപ്പെടരുത്, ജീവിതം ഈ ഒരു മണൽക്കോട്ട പോലെയാണ്, എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. തിരയെടുക്കുന്നതിന് മുമ്പുള്ള കോട്ടയുടെ സൗന്ദര്യം ഒരു ഓർമ്മയായിട്ട് നീ മനസ്സിൽ സൂക്ഷിക്കണം. നമ്മളും ഒരു നാൾ ആ കുട്ടിയായിരുന്നില്ലേ? ജീവിതത്തിൽ നമ്മൾ കേട്ട എത്രയോ മണൽക്കോട്ടകൾ കടലെടുത്തു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട ആരെങ്കിലും മരണപ്പെടുമ്പോൾ, ആത്മസുഹൃത്ത് മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ചെഴുതിയ പരീക്ഷ പരാജയപ്പെടുമ്പോൾ, അങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ നമ്മുടെ മണൽക്കോട്ടകൾ തകർന്നു പോയിട്ടില്ലേ? കുട്ടിയുടെ അച്ഛൻ പറഞ്ഞതുപോലെ ആ കോട്ടയുണ്ടായിരുന്ന കാലത്ത് അതിന് അപാരമായൊരു ഭംഗിയായിരുന്നു എന്ന് സമാധാനിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ജീവിതം പോലെ നൈമിഷികമായ മറ്റെന്തുണ്ട്? ഒരു നിശ്ചയമില്ലേ ഒന്നിനും, തിരിയാ ലോകരഹസ്യമാർക്കുമേ എന്ന് കവി പറഞ്ഞ വാക്യം ഓർമ്മിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളുടെ മണൽക്കോട്ട തകർന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ തകർന്നു വീഴുന്ന ഈ മണൽത്തരികളിൽ നിന്ന് പിന്നെയും നമ്മുടെ സാമ്രാജ്യം കെട്ടിപ്പോകണം. ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മൾ പറന്നുയരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.